ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു. പെന്തക്കോസ്ത് സഭകളെ ക്രിസ്തീയ സഭകളായി അംഗീകരിക്കണമെന്ന്. ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം പല രീതിയിലുള്ള കമൻറ്റുകളാണ് അവിടെ കാണുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, ഇവന്മാർ ക്രിസ്ത്യാനികളല്ലായിരുന്നോ, ഇവന്മാർ ഏത് ഗ്രൂപ്പാണ്? നിങ്ങൾ പലപ്പോഴും നമ്മളോട് ചോദിക്കേണ്ടത്, നീ പെന്തക്കോസ്തുകാരനല്ലേ? പെന്തക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെന്തക്കോസ് അനുഭവമാണ്. അതായത് സഭകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ അനുഗമിച്ച വ്യക്തികൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന സമയത്ത് അവർക്കൊരു പെന്തക്കോസ് അനുഭവം ഉണ്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരെ ടച്ച് ചെയ്യുകയാണ്. അവർ പല ഭാഷകൾ സംസാരിക്കുകയാണ്. അതിനാണ് അന്യഭാഷകൾ സംസാരിക്കുക എന്ന് പറയുന്നത്. ബൈബിൾ പല ഭാഗങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പെന്തക്കോസ് അനുഭവം ഇന്നും പല ആളുകൾ ഉണ്ടാകാറുണ്ട്. അവർക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കാറുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ടച്ച് ചെയ്യാറുണ്ട്. ആ അനുഭവം ലഭിച്ച ആൾക്കാരാണ് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്. അത് കത്തോലിക്ക സഭയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, മർത്തോമയിൽ നിന്ന് വരുന്നവരുണ്ട്, യാക്കോബയിൽ നിന്ന് വരുന്നവരുണ്ട്, ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിവിധ മതത്തിൽ നിന്നും വിവിധ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദൈവീയ സാന്നിധ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടച്ച് അവർക്കുണ്ടായി കഴിയുമ്പോൾ മദ്യപാനികൾ അവരുടെ മദ്യപാനം നിർത്തുന്നു, അല്ലെങ്കിൽ അലമ്പും വഴക്കുമായി നടക്കുന്ന ആളുകൾ അത് നിർത്തി അവർ നല്ല രീതിയിലുള്ളൊരു ജീവിതം അവർ കുടുംബത്തിന് അത് പ്രയോജനം ചെയ്യുന്നു. അങ്ങനെ ഒരു പെന്തക്കോസ് അനുഭവമുള്ള ആളുകളാണ് പെന്തക്കോസിലേക്ക് വരുന്നത്. പിന്നീട് അതിൻ്റെ ശേഷം വന്ന അവരുടെ തലമുറയൊക്കെ ഈ ഒരു പെന്തക്കോസ് അനുഭവം ഇല്ലാതെ പോകുന്നതായ ആളുകളുണ്ട്. അവരെ ഉദ്ദേശിച്ചല്ല ഞാനീ പറയുന്നത്. പെന്തക്കോസ് എന്ന് വെച്ചാൽ പെന്തക്കോസ് അനുഭവം അത് വന്ന ആളുകൾ, ആ അനുഭവമുള്ള ആളുകൾ, അവരെയാണ് പെന്തക്കോസുകാർ എന്ന് പറയുന്നത്. അതിനുശേഷം അവരുടെ പിൻതലമുറകൾ 1, 2, 3 ജനറേഷനൊക്കെ വന്ന് അത് ഇപ്പോഴൊരു സമുദായം പോലെ ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ വിവിധ സംഘടനകളിൽ വിവിധ മതത്തിൽ നിന്നും വിവിധ ജാതിയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന, ഡിനോമിനേഷനിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ് പെന്തക്കോസിലുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പെന്തക്കോസ് എന്ന് പറയുന്നത് അതൊരു മതമോ ഒരു സമുദായമൊന്നുമല്ല. അത് ഒരു ക്രിസ്തീയ അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ടച്ച് ഉണ്ടാകുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റമാണ് പെന്തക്കോസ് അനുഭവം എന്ന് പറയുന്നത്. ബൈബിളിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു പള്ളി എന്ന് പറയുന്നത് കുരിശ് വെച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് കത്തോലിക്ക പള്ളിയും മർത്തോമ പള്ളിയും യാക്കോ പള്ളിക്കൊക്കെ മുമ്പിൽ കുരിശ് വെച്ചിരിക്കുന്നത്, കുരിശ് ചിഹ്നമായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ മുസ്ലിങ്ങൾക്കാണ് അവർക്കൊരു ചിഹ്നമുണ്ട്, ഹിന്ദുക്കളുടെ അമ്പലത്തിനൊക്കെ വെച്ചിരിക്കുന്ന പോലെ തന്നെ. അപ്പം ഭൂരിഭാഗം കേരളത്തിലെ പെന്തക്കോസ് പള്ളികളുടെ മുമ്പിൽ കുരിശുകളൊന്നുമില്ല. പക്ഷേ അതൊരു നിയമമാണ്. ഭരണഘടനാ രീതി അനുസരിച്ചിട്ട് ക്രിസ്തീയ സംഘടനകളാണെങ്കിൽ, പള്ളിയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് കുരിശ് വേണമെന്നുള്ളതുകൊണ്ട് കേരളം കഴിഞ്ഞെന്നാൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലൊക്കെ പെന്തക്കോസ് പള്ളികൾക്ക് കുരിശുണ്ട്. പെന്തക്കോസിലെ ആൾക്കാർ മാലയും കമ്മലും ആഭരണമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ്. അവർ ക്രിസ്മസ് ആഘോഷിക്കുകയൊക്കെ എല്ലാം ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണ് പെന്തക്കോസുകാരെ കുറിച്ചുള്ളൊരു ചെറിയൊരു അവലോകനം.